ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയെ കാണാനും ഒരു നേരത്തെ ആഹാരം കഴിക്കാനുമായിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തിയ സമയത്ത് രേവതിയോ അതുപോലെ സച്ചിയും ഒരുമിച്ച് കാണുന്നതിന്റെ ടെൻഷനായിരുന്നു അവിടെ ലക്ഷ്മിയമ്മയ്ക്ക്. ലക്ഷ്മിയമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും മരുമകനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി പണിപ്പെട്ട് ശ്രമിക്കുക. പക്ഷെ നമ്മുടെ സച്ചി ആരാ? സച്ചി ആണെന്നുണ്ടെങ്കിൽ നേരത്തെക്കാളും ഒക്കെ ഇപ്പോൾ ഒരുപാട് അങ്ങ് താഴേക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞാലും അതൊക്കെ ഒരുമാതിരി ഇതായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒന്നും മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എന്തായാലും നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭക്ഷണത്തിന്റെ കൊതിയും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് വിളമ്പി കൊടുത്തോണ്ടും ഇരിക്കുന്നു. അപ്പൊ സച്ചിക്ക് ഇങ്ങനെ വിളമ്പി രേവതി കൊടുത്തോണ്ടിരിക്കുന്ന ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും പേടി. അപ്പൊ ഈ സച്ചിയാണ് ഒരു രീതിയിലും പോകാനായിട്ടുള്ള ശ്രമങ്ങൾ കാണിക്കുന്നില്ല. ആ സമയത്ത് ലക്ഷ്മിയമ്മയാണെങ്കിൽ മോനെ പൊക്കോ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. മോൻ വേഗം ഭക്ഷണം കഴിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പറയുന്ന ആ ഒരു ഇതിൽ നമ്മുടെ സച്ചി ആണെങ്കിൽ അമ്മ എന്താ അങ്ങനെ പറയണേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ രേവതി അമ്മേ മിണ്ടാതിരിക്കുക അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു ഇതിലിങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞു. അപ്പൊ സച്ചി ഏട്ടൻ വയറ് നിറയെ ഇരുന്ന് കഴിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് പോയാൽ മതി എന്ന് രേവതി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൂ, ഞാൻ പതുക്കെ ഇരുന്ന് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, അത്രയ്ക്ക് വിശപ്പുണ്ട്, ഭക്ഷണത്തിന് അതിയായ രുചിയാണ്, വയറ് നിറയെ കഴിച്ചിട്ട് ഞാൻ പോവുള്ളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്നിട്ട് അവിടെ അങ്ങനെ പറഞ്ഞിരുന്ന് കഴിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചി കഴിക്കുന്നത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നമ്മുടെ രേവതി നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മയാണെങ്കിൽ ഉള്ളിൽ ആദിയും തീയും വ്യാധിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് വയറധികമായി പോയി എന്ന് പറയണം. രുചി ഓർത്ത് ഭക്ഷണം ഒരുപാട് കഴിച്ചു, വയറ് നിറഞ്ഞു. അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്രമിച്ചതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചേട്ടൻ പതുക്കെ പോയാൽ മതി, വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്ന് രേവതിയും പറഞ്ഞു. അയ്യോ മോനെ, അപ്പൊ മോന് ഓട്ടോ ഉള്ളതല്ലേ എന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചേ. അപ്പൊ ലക്ഷ്മിയമ്മ ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ലാത്ത കാര്യങ്ങളാ അമ്മേ, ഓട്ടോ ഉണ്ടെങ്കിൽ എന്റെ ഫോണിലേക്കല്ലേ വിളിക്കുന്നത്, സ്റ്റാൻഡിൽ ഇല്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ലക്ഷ്മിയമ്മയോട് പറയാം. അപ്പൊ സച്ചി ലക്ഷ്മിയമ്മയോട് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ വീണ്ടും ടെൻഷനായി. ദൈവമേ, ഇവൻ പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല, ഇവനെ എന്ത് ഭാവിച്ചോണ്ടാ എന്നൊക്കെ ഇങ്ങനെ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ രവിയേട്ടൻ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ അവിടെ കിടന്ന് നല്ല ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രമതി എടി ചന്ദ്രേ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പൊ ചന്ദ്ര എഴുന്നേറ്റ്, നിങ്ങളെന്താ ഓടിപ്പിടിച്ച് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ ഓടിപ്പിടിച്ച് വന്നു, പിന്നെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടിയിരുന്നതെന്ന് അച്ഛൻ ചോദിക്കുവാണ്. അപ്പോൾ അടുക്കളയിൽ വന്നു, എല്ലാം തുറന്നു നോക്കിയപ്പോൾ അടുക്കളയിലെല്ലാം കാലിയായിട്ട് ഇരിക്കുന്നത് അച്ഛനും കണ്ടു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതെന്താ അടുക്കളയിലൊന്നും ഇല്ലേ, നീ എന്താ ഇന്നത്തെ ദിവസം ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചപ്പം ഞാൻ രാവിലെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് കഴിച്ചു, പിന്നെ നിങ്ങൾ വരുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, മോളാണെങ്കിലും പോയി, പിന്നെ സുധി ആണെങ്കിലും പോയി, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പറഞ്ഞു തീർന്നില്ല, അതേ സുധി നേരത്തെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. അപ്പൊ മകനെ കണ്ടപ്പോൾ പോയ മോനല്ലേ വന്നിരിക്കുന്നതെന്ന് അച്ഛൻ പറയാം. അപ്പോഴേക്കും ചന്ദ്രമതി ടെൻഷനോട് ഓടിച്ചെന്നു, ദൈവമേ ഇവന് ഈ പണിയും കളഞ്ഞിട്ടാണോ വന്നിരിക്കണേ എന്നുള്ള പേടിയിൽ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ സുധി നീ നേരത്തെ പോന്നേ, എന്താ മോനെ ഇന്നെന്താ ലീവാണോ ഇതൊക്കെ ചോദിച്ചപ്പോൾ അതിപ്പോൾ പറയണ്ട, ജോലി പോയ കാര്യം ഇപ്പോൾ പറയണ്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. കാരണം അച്ഛനടുത്തത് ഇപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഇത് വേണ്ട എന്നുള്ള ഒരു ഇതിൽ. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഉച്ചവരെയേ പോയുള്ളൂ, എനിക്ക് തീരെ സുഖമില്ലാത്ത കാരണം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ മോൻ എന്നെ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും പേടിക്കാനായിട്ടൊന്നും ഇല്ലമ്മേ, കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു മകൻ അമ്മയുടെ മുന്നിൽ അതിനേക്കാളും വലിയ അപരയങ്ങളും കാര്യങ്ങളും. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സംസാരവും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് കിടക്കട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മോൻ റൂമിലേക്ക് പോയി. അപ്പൊ അവൻ പറഞ്ഞത് പൂർണ്ണമായും നീ വിശ്വസിക്കേണ്ട എന്ന് അച്ഛൻ അന്നേരം ചന്ദ്രമതിയോട് പറയുകയും ചെയ്തു. അല്ലെങ്കിൽ അവൻ എന്ത് കാണിച്ചാലും പറഞ്ഞാലും നിങ്ങൾക്ക് അതെല്ലാം സംശയമാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അല്ലാതെ അവനെ മനഃപൂർവ്വം ചെളിവാരിത്തേക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നോ ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം നമ്മുടെ രവിയേട്ടനും പറഞ്ഞു. എന്നിട്ട് ഇവർ തമ്മിൽ ഈ ഒരു ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ട് രവിയേട്ടൻ അങ്ങ് പോയി. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ നേരെ മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ മോനെ നിനക്ക് പറ്റി, നീ എന്താടാ നേരത്തെ വന്നേന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അമ്മ ഞാൻ ഇനി എന്താ അമ്മ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്താടാ കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അമ്മ എന്റെ ജോലി പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഞെട്ടി, ജോലി പോയെന്നോ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. അമ്മ അത് പിന്നെ ഇന്ന അമ്മ കാരണം എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതും ഇവന്റെ ഭാഗത്തുള്ള തെറ്റുകളും കാര്യങ്ങളും ഇവൻ പറയുന്നില്ല, മറിച്ച് കുറച്ചുകൂടി പൊലിപ്പിച്ച് വേറെ അവരെ കുറ്റക്കാരാക്കിക്കൊണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്നാലും എന്റെ മോൻ അവിടെ ഒന്ന് പിടിച്ചു നിന്നൂടായിരുന്നോടാ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേടാ എന്നൊക്കെ ചോദിച്ചു. അമ്മ ഞാൻ പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കിയത്, അയാളെ എന്നെ പറഞ്ഞു വിട്ടതൊന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്കും പറയാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യൂടെ മക്കളെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല അമ്മയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഏതായാലും
ശ്രുതി ഇങ്ങോട്ടേക്ക് വരട്ടെ, ശ്രുതി വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്നിട്ട് ഇങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാം. അപ്പൊ ഒന്ന് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു. കിടന്നുറങ്ങാനായിട്ട് നേരം എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, മോൻ വണ്ടിയെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു ലക്ഷ്മി അമ്മ. അമ്മേ, വണ്ടിയെ കിടന്നുറങ്ങാനോ? സച്ചിയേട്ടൻ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്കൊരു പായം തലേണേ തന്നാൽ മതി, ഞാൻ ഇവിടെ കിടന്നോളാവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരം ഇങ്ങനെ നിർബന്ധം പിടിക്കുക. അപ്പൊ രേവതി പറഞ്ഞു, വേണ്ട സച്ചേട്ടൻ ബെഡിൽ കയറി കിടക്കാൻ. വേണ്ട രേവതി, ബെഡിലൊന്നും ഞാൻ കിടക്കുന്നില്ല, എനിക്ക് തറയിൽ കിടക്കാൻ ഒരു പായം തലേണേ തന്നാൽ ഞാൻ അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. നമ്മുടെ രേവതി എന്നിട്ട് അതെടുത്ത് കൊടുത്ത് രേവതി ഇതൊക്കെ വിരിച്ചും കൊടുത്തു. സച്ചി അവിടെ കിടക്കുകയും ചെയ്തു. കിടന്നോളാൻ പറഞ്ഞു, കിടത്തി. ഈ സമയത്തും ലക്ഷ്മിയമ്മയുടെ ഉള്ളിൽ കിടന്ന് ആദ്യമായിട്ടോ പേടി എന്ന് പറഞ്ഞ പാപത്തിന് ഭയങ്കര പേടി, എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ട് ഓടുക. കാരണം മരുമകനെ ഇറക്കി വിടാനും പറ്റത്തില്ല, മകളും മരുമകനും ഒന്നിച്ച് കഴിയാനും പറ്റത്തില്ല. എന്താ പറയുന്നത്, ഈ ഒരു ആടിമാസം മൊത്തത്തിൽ കുളമാകും എന്നുള്ള, ആടിമാസത്തിൽ വ്രതം ഏറ്റ് വന്നു നിന്ന് നമ്മുടെ രേവതിയുടെ വ്രതമൊക്കെ തെറ്റുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. സച്ചി ഇവിടെ തന്നെയാണ്, ഫുൾ ടൈം പോണില്ല. അപ്പൊ ഇങ്ങനെ രേവതി ഇതൊക്കെ വിരിച്ചു കൊടുത്തു. നമ്മുടെ സച്ചിയാണ് കിടന്നതറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സച്ചിയുടെ അടുത്തേക്ക് രേവതി വന്നു. എന്നിട്ട് സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദേവു അതിലെ വരുന്നത്. ദേവു വന്നിട്ട് ഇങ്ങനെ രേവതിയെ കണ്ടു. എന്താ സച്ചേട്ടനെ തന്നെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കണേ? ചേച്ചിക്ക് എന്താ സച്ചേട്ടനെ കാണാതിരിക്കാൻ പറ്റണില്ല അല്ലേ നീ ചോദിച്ചപ്പോ? നീ പോടി അവിടുന്ന്, അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. ഉവ്വ എനിക്ക് മനസ്സിലാകുന്നുണ്ടേ, എന്തായാലും ഈ കള്ളത്തരമൊക്കെ ഞാൻ പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ഇങ്ങനെ പറയാം. അതും പറഞ്ഞ് ഇങ്ങനെ ദേവു നിൽക്കുമ്പോൾ പോടി അവിടുന്ന് പറഞ്ഞു ദേവുവിനെ നമ്മുടെ രേവതി പറഞ്ഞു വിട്ടു. ദേവു അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ രേവതി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നിട്ട് സച്ചിയെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ സച്ചിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ സച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ രേവതിക്ക്. പതുക്കെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് സച്ചിയുടെ കൂടെ പായിൽ കയറി അങ്ങ് കിടന്നു. അങ്ങനെ ആ കൂടെ കിടന്നുകൊണ്ട് സച്ചിയുടെ കണ്ണുകളിലേക്ക്, അതായത് ഉറങ്ങിക്കിടക്കുന്ന സച്ചിയ, ആ സച്ചിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ആലോചിക്കാം. സച്ചിയെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കുകയാണ്, മനസ്സറിഞ്ഞ് മനസ്സുകൊണ്ട് ഒരുപാട് നമ്മുടെ രേവതി സ്നേഹിക്കാട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സച്ചിയുടെ കൂടെ ഇങ്ങനെ കിടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ നല്ല ഉറക്കം, ഉറങ്ങി തിരിഞ്ഞു വന്ന് സച്ചി കൈ എടുത്തിട്ടത് രേവതിയുടെ ദേഹത്തേക്ക്. അപ്പോൾ രേവതിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ സച്ചി കിടക്കുക. രേവതി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കൂടെ കിടക്കുകയാണ്. രേവതിക്ക് ഒരുപാട് സന്തോഷമാണ് ഇതിലൊക്കെ. അങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ കിടക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് പാവൻ നമ്മുടെ ലക്ഷ്മി അതിലാണ് വരുന്നത്. ലക്ഷ്മി ഇത് കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയുടെ ഉള്ള ഗ്യാസ് മൊത്തത്തിൽ പോയി. ഇനി എന്ത് ചെയ്യും ദൈവമേ, മൊത്തം കുളമായല്ലോ ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പേടിയിൽ പാവം ഓടിപ്പോയി. അവിടുന്ന് പോയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ഒരു പാത്രം, അതായത് ചോറുണ്ടെന്ന ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് തവിക്കണ വെച്ച് അടിക്കാനായിട്ട് അങ്ങ് തുടങ്ങി. അടിച്ചപ്പോൾ ഇങ്ങനെ ബെല്ലടിക്കുന്ന പോലത്തെ ഒച്ചയാണല്ലോ. ആ ഒച്ച കേട്ടപ്പോൾ രേവതിക്ക് മനസ്സിലായി ദൈവമേ അമ്മ. അപ്പൊ രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുക. പക്ഷെ സച്ചിയാണെങ്കിൽ വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് രേവതിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും പറ്റുന്നില്ല. രേവതി ശരിക്കും സച്ചിയുടെ കൈക്കുള്ളിൽ പെട്ടു. രേവതി എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണേ. എന്തായാലും ആടിമാസത്തിലെ നമ്മുടെ രേവതിയുടെയും അതുപോലെ സച്ചിയുടെയും മുറിയിൽ എല്ലാ ഇത് അവസാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരു തരത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം. അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ഈ സമയത്ത് നമ്മുടെ സച്ചി കണ്ണു തുറന്നിട്ട് എന്താ രേവതി, എന്താ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ശബ്ദം കേട്ടോന്ന് ചോദിച്ചപ്പം അതെന്താണെന്ന് അറിയില്ല, ഞാൻ നോക്കാം, ഞാൻ സച്ചിയേട്ടൻ കിടന്നോളാൻ പറഞ്ഞു. രേവതി വീണ്ടും സച്ചി അവിടെ പിടിച്ച് കിടത്തി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാൽ വരുന്നത്. പിന്നെ ആകെ ഒരു സമാധാനം എന്നുള്ളത് ശ്രുതിയുടെ ജോലി പോയതാണല്ലോ, അതിൽ പിടിച്ച് കയറാം എന്നുള്ള ഇതിലാണ് വരുന്നത്. അപ്പോൾ ശ്രുതി കടയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മായിമ്മ അവിടെ മോളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. തീരെ വയ്യ, പണിയെടുത്ത് മടുത്തിട്ടാണ് കയറി വരുന്നത്. അങ്ങനെയാണ് ശ്രുതി വീട്ടിലേക്ക് കയറി വരുന്നത്. ശ്രുതി അങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ചന്ദ്രമതി താലവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് മോളെ സ്വീകരിക്കാനായിട്ട്. അപ്പൊ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. കൂട്ടുകാരിയുടെ പാർലറിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവൾക്ക് 3 ബ്രൈഡൽ ഉണ്ടായിരുന്നു. അപ്പൊ അവളെ ഞാൻ സഹായിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവള് പോയി പൈസ എല്ലാം തന്നാ മോളെ നീ ചോദിച്ചപ്പോ പൈസയൊക്കെ തന്നു, പിന്നെ ഞാനൊരു പരിധി കൂടുതൽ മേടിച്ചില്ല തുടങ്ങിയ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ശ്രുതിയുടെ വക ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഏതായാലും ശ്രുതി എന്നിട്ട് ഒരു തരത്തിൽ ചന്ദ്രമതിയുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് തല തപ്പി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ മോളെ മൊത്തം കയ്യിൽ നിന്ന് പോയി മോളെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പൊ എന്താ അമ്മേ എന്താ കാര്യം ചോദിച്ചപ്പോ അത് പിന്നെ മോളെ ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രുതി എന്നെ വിളിച്ചായിരുന്നു, ശ്രുതിയുടെ ജോലിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാൻറ്റി, എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ മോളൊന്ന് അവന്റെ അടുത്തേക്ക് ചെല്ല്, അവൻ എന്താ പറയുന്നതെന്ന് മോളൊന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക. അങ്ങനെ ദേ നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രുതി എന്നിട്ട് കണ്ടപ്പോഴത്തേക്കും ശ്രുതി ആണെങ്കിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്താ ശ്രുതി പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാടോ, പക്ഷെ അവര് സമ്മതിച്ചില്ല,
തുടങ്ങിയ ഡയലോഗുകളൊക്കെ ശ്രുതിയോട് ശ്രുതിയുടെ വക. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എന്താ കാര്യം പറയാൻ പറഞ്ഞു. ശ്രുതി അന്നേരത്തേനും A to Z കാര്യങ്ങള് ശ്രുതിയോട് പറയാ. ശ്രുതി അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടായിരുന്നോ നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരം ശ്രുതിയോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തോരം അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ കാല് വരെ ഞാൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. എന്തായാലും ആ ജോലിക്ക് ഇനി പോകാൻ പറ്റില്ല, ആ ജോലി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണോ രേവതിയെയും സച്ചിയെയും പിരിച്ചത് അതിന് ബദലായിട്ട് ഇവരുടെ ജീവിതം ഇവിടെ തകർന്നുകൊണ്ടും ഇരിക്കുന്നു. അവിടെ നമ്മുടെ രേവതിയും സച്ചിയും ആടിമാസം നല്ല പൊളപ്പനായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു എന്താ പറയുക അടിപൊളി എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറന്നു പോകരുത് കേട്ടോ. എല്ലാവരുടെയും സ്നേഹത്തിലും സപ്പോർട്ടിനും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും